ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മഹാലക്ഷ്മി പുതിയ എപ്പിസോഡില് നമ്മളെല്ലാം കണ്ടു കാണും. നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന് കാപ്പിയിട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ അടുക്കളയിൽ പോകും വഴി നമ്മുടെ ഉണ്ണിയും അവിടെ ഹാളിലിരുന്ന് വർക്ക് ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ചോദിക്കും, കണ്ണേട്ടന് കോഫി വേണോന്ന് പറഞ്ഞു. ഉണ്ണിക്കും കൂടി പറഞ്ഞു ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയും, എനിക്കും കൂടി ഒരു കോഫി എടുത്തോളാൻ പറയും ഏട്ടത്തിനോടിട്ട്. നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ കോഫി കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണി കുടിക്കുമ്പോൾ ഉണ്ണിയുടെ കൈ തട്ടി തന്നെ ഉണ്ണിയുടെ ദേഹത്ത് വീഴുകയും നമ്മുടെ മഹാലക്ഷ്മിയുടെ സാരി തുമ്പ് കൊണ്ട് അത് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മിക്ക് വേറെ പണിയുണ്ടായിരുന്നു കൂട്ടുകാരെ, അല്ലെ? അപ്പൊ ഈ ഒരു കാഴ്ച കൃത്യമായിട്ട് നമ്മുടെ കരുണ കണ്ട് വന്നിട്ട് അവിടെ പിന്നെ ഭയങ്കര യുദ്ധം തന്നെയാട്ടോ. ഞാൻ മുറിയിലായിരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവ് മുറിയിലായിരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിനെ നീ വലയിട്ട് പിടിക്കാൻ വന്നേക്കുന്നോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണ പിന്നെ തുടങ്ങി. ആ കരുണയില്ലാത്ത വാക്കുകൾ പിന്നെ നമുക്ക് കേട്ട് കേട്ട് പരിചയമായി, അല്ലെ? ഒരു പെണ്ണ് എത്രത്തിലൊക്കെ തരം താഴാൻ പറ്റും അത്രയ്ക്കും തരം താണ വാക്കുകളാണ് നമ്മുടെ കരുണയുടെ വായിൽ നിന്നും നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ കുറെ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ ചാക്കിലാക്കി നിനക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ ഇങ്ങനെ ഭയങ്കര നീച വാക്കുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ദുർഗ വരുന്നുണ്ട്. ആ ദുർഗയാണെങ്കിൽ പിന്നെ നമ്മുടെ കരുണയ്ക്കൊപ്പം തന്നെ താളം തുള്ളുന്ന ഒരു അമ്മയാണല്ലോ ഇപ്പോൾ. അപ്പൊ നമ്മുടെ കരുണ വന്ന് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന്റെ നെഞ്ചത്ത് കോഫി വീണിട്ട് ഇവരുടെ സാരത്തും കൊണ്ട് തുടച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദുർഗ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവളോട് കോഫി ചോദിച്ചത്? നിന്റെ കാര്യം നോക്കാൻ ഞങ്ങളില്ലേ, ഞങ്ങളോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കരുണ പറയുന്നത്, അയ്യോ ഉണ്ണിയേട്ടന്റെ വഴക്ക് പറയല്ലേ, ഉണ്ണിയേട്ടനൊന്നും അറിയില്ല, എല്ലാം ഇവളാണ് ഒപ്പിച്ചത്, ഇവളോട് ആരും ഒന്ന് തുറച്ചു കൊടുക്കാൻ, ഉണ്ണിയേട്ടൻ സ്വയം തുടക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നോൺ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് നമ്മുടെ കരുണ അതിന്റെ ഇടയിൽ നമ്മുടെ മഹാലക്ഷ്മി തല്ലാനൊക്കെ പോകുന്നുണ്ട്. ബാക്കി തന്നെ നമ്മുടെ മഹാലക്ഷ്മി കൈ തടുക്കുന്നുണ്ട്, ആ തല്ലും കൊണ്ട് നിൽക്കുന്നില്ല. അതെന്തായാലും രക്ഷപ്പെട്ടു, അല്ലെ? അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് വാക്പോരിങ്ങനെ കൂടുമ്പോൾ അവിടെ കണ്ണൻ വന്ന് ഇടപെടുന്നുണ്ട്. എന്താ ഇവിടെ ബഹളം, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ണൻ വരുമ്പോൾ നമ്മുടെ ദുർഗാമ്മയും അനിയനും പിന്നെ ഭയങ്കര ശോകമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരിങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ ഇതിൽ നിൽക്കുവാട്ടെ. കണ്ണന്റെ വായിന്ന് നല്ലത് കേൾക്കുമെന്ന് അവർക്കറിയാം, ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും അറിയാം, പക്ഷെ കരുണയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ കണ്ണൻ വന്നപാടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചോ എന്ന് നമ്മുടെ കണ്ണൻ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം നമ്മുടെ കരുണയുടെ അടുത്ത്. അപ്പൊ കരുണ പറയുന്നുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല, ഇവിടത്തെ സ്വത്തുക്കളിൽ ഞങ്ങൾക്കും അവകാശമില്ല, ഞങ്ങൾക്ക് അവകാശം എന്താ, അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയും ഒപ്പത്തിനൊപ്പം കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണെന്ന് അമ്മയ്ക്കും നിന്റെ ഭർത്താവിനും അറിയാം, നീ വിശദമായിട്ടൊന്ന് ചോദിച്ചോ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല, എന്തായാലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ഇറങ്ങത്തൂല, ഇത് ഞങ്ങളുടെ വീടാണ്, നിങ്ങളാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് നമ്മുടെ കണ്ണൻ വീണ്ടും വീണ്ടും നമ്മുടെ കരുണയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണനെ സമാധാനിപ്പിച്ച് പോട്ടെ കണ്ണേട്ടാ, വിട്ട് കളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പിന്നെ പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയെ നിനക്ക് സംശയമാണെങ്കിൽ എനിക്ക് ലെവലേശം സംശയമില്ല, എനിക്ക് എന്റെ ഭാര്യ എപ്പോഴും നല്ലത് തന്നെ ആടി, നിന്റെ മനസ്സിന്റെ ആ ഒരു കൊള്ളരുതായ്മ നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി നിന്നെ വളർത്തിയത് കൊണ്ടാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ നല്ല തിരിച്ചടി മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും പൊളിച്ചു, അല്ലെ പ്രേക്ഷകരെ? എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണനെ കൂട്ടിക്കൊണ്ടു പോകാം കേട്ടോ. അപ്പൊ അതൊക്കെ ഇനി നമ്മുടെ കരുണ വന്നിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയും എന്തിനാ അയാൾക്കടെ ചൂണ്ടുവരലിൽ നിൽക്കുന്നേ, അമ്മയ്ക്കും പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അറിയാലോ സ്വത്തുക്കളൊക്കെ കണ്ണന്റെ പേരിലാണെന്ന്, അതിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ അതങ്ങോട്ട് തുറന്നു പറയുന്നില്ല. ഇല്ല മോളെ, അവൻ വെറുതെ പറയുന്നത് ആ സ്വത്തുക്കളൊക്കെ അവന്റെ പേരിലാണെന്ന്, അങ്ങനെ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നൊന്നും മിണ്ടാത്തതാന്നായിട്ട് നമ്മുടെ ദുർഗാമ്മ പറയുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒന്നും പറയുന്നില്ല. അതിനുശേഷം നമ്മുടെ കരുണ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതാപനെ വിളിച്ചു പറയാം. അപ്പൊ പ്രതാപൻ, നീ അങ്ങനെ തന്നെ പറയണോടി, നീ പറയേണ്ടതൊക്കെ മുഖത്ത് നോക്കി പറയണോടി, അവൾ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ വട്ടം ഇട്ടിപ്പോ നടക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ മകളെ വേഷവങ്ങാട് പിന്നെയും കോരി ഒഴിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഫോൺ വിളിക്കുന്ന നമ്മുടെ പ്രതാപൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ, നമ്മുടെ മോഹിനി അമ്മ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ പ്രതാപൻ എന്ന് പറയുന്നത് നമ്മുടെ മോഹിനിയോട് പറയുന്നുണ്ട്, നിന്റെ മൂത്ത മോള് ഇപ്പൊ എന്റെ ഇളയ മോളുടെ കെട്ടിയാന്റെ പുറകെ അടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മോഹിനിയമ്മ പറയുന്നുണ്ട്, എന്റെ മോൾ അങ്ങനത്തെ തരക്കാരിയല്ല, കല്യാണത്തിന് മുമ്പ് പോലും അങ്ങനത്തെ ഒരു പേര് മോശം അവൾ വരുത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതാപൻ പിന്നെ ഒരു ഭീഷണിയാട്ടോ മുഴക്കുന്നത്,
നിന്റെ മോള് മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം. ഇനി കരുണ മോള് കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രസവം എടുക്കുമ്പോഴത്തേക്കും ഈ വീട്ടിലോട്ടോ മുത്തശ്ശിയുടെ അടുത്ത് എന്റെ അമ്മയുടെ വീട്ടിലോട്ടോ പോകും. ആ ഒരു സമയത്ത് നിന്റെ മോള് അവളുടെ ഭർത്താവിനെങ്ങാനും വല വീശി പിടിച്ചാൽ പിന്നെ അവൾ ഉണ്ണില്ല, നീ ഉണ്ണും, അവളുടെ കൊലച്ചോറ് നീ ഉണ്ണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗങ്ങളിലാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അല്ലെ, നമ്മുടെ കണ്ണന് പിന്നെ നട്ടലുള്ളതുകൊണ്ട് ആ ഒരു കുറച്ച് വാക്പോരൊക്കെ നടത്തി അവിടെ കണ്ണൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. കണ്ണന് മഹാലക്ഷ്മി പോലെ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ടൈപ്പ് ആയിരുന്നെങ്കിൽ ഭയങ്കര ബോറായി പോയാനെ അല്ലെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചു മൊത്തത്തില് അല്ലെ പ്രേക്ഷകരെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.